ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എണീച്ചിട്ട് കോളേജിൽ പോയി ടൈമൊക്കെ ആയതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് 7 മണിയൊക്കെ ആവാറാവുന്നു. എന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ്. ട്രെയിൻ വന്നിട്ട് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. അപ്പം ഇപ്പം ടൈമായി. പിന്നെ പെട്ടെന്ന് പോയി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഒരുങ്ങി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇന്നത്തെ എന്തൊക്കെ സബ്ജക്റ്റ് അതൊക്കെ എടുത്ത് ബാഗിലൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ ഇറങ്ങി. പിന്നെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട്. പിന്നെ നമ്മൾ ട്രെയിനാണ് പോകുന്നത്, അതുകൊണ്ട് ബസ് കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അങ്ങനെ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ 8:15 8:30 അങ്ങാണ് ട്രെയിൻ. അപ്പം അത് ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ താമസിച്ചാണ് വന്നത്. പിന്നെ ട്രെയിനൊക്കെ കയറി നമ്മൾ കോളേജിൽ വന്നിട്ട് ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തത്. ഇപ്പം എല്ലാവർക്കും ഞാൻ വ്ളോഗറാണെന്ന് അറിയാവുന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് പിന്നെ സഹകരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും അല്ല, ഫുള്ള് ക്ലാസ്സിൽ മൊത്തം ട്രോളിയൊക്കെ നമ്മളെ പണ്ടാരം ഇടയ്ക്കിട്ടേക്കാണ്. എന്നാലും പാവം പിള്ളേരാ. നല്ല കോളേജ്, നല്ല വൈബാണ്. എനിക്കങ്ങനെയൊക്കെ തോന്നുന്നത് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഹലോ ഗോയ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ഈടി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചറാണെങ്കിൽ അവിടെ തിരുപ്പതിയിലങ്ങാണ്ട് പോയപ്പോൾ അവിടെ പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നു. അപ്പം നമ്മളത് കഴിക്കുകയാണ്. നമ്മൾ ഇൻ്റർവെൽ ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ക്ലാസ്സിലെല്ലാവരും ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് പഠിത്തമാണ്. കാരണം മിസ്സന്മാരും മാഗിൻ്റെ ആയാലും അക്കൗണ്ടിങ് ആയാലും കോപ്പറേഷൻ ആയാലും എല്ലാവരും എന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് ഈ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ഭയങ്കര ബുദ്ധികളാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് പഠിക്കും. ശ്രീലക്ഷ്മിയൊക്കെ വൻ പഠിപ്പിയാണ്. എന്താ ചെയ്യാനെന്ന് പറയും. ഈ വീഡിയോ കാണുമ്പോൾ അവളെന്നെ കൊന്നില്ലെങ്കിൽ കൊള്ളാം. പിന്നെ നമ്മൾ ഫ്രീ പീരീഡ് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഞാനുണ്ട്, മഞ്ജിമയുണ്ട്, അഞ്ജിമ ചേച്ചിയുണ്ട്, ആര്യ ചേച്ചിയുണ്ട്. അവരൊക്കെ ബാക്കിലാണ്. ഞാൻ മഞ്ജിമ വെറുപ്പിച്ചിട്ടേക്കോ. അവൾ പിന്നെ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ ഭയങ്കര നമ്മളോട് ഇൻവോൾവ് ആണ്. പിന്നെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരം നമുക്ക് അക്കൗണ്ടൻസിയുടെയും ബാങ്കിങ്ങിൻ്റെയും ഒക്കെ നോട്ട് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ നോട്ടൊക്കെ എഴുതി. ഇവിടെ ഇതൊക്കെ ചുമ്മാ ഒട്ടിച്ച് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ പഠിക്കാറൊന്നുമില്ല. PSCയുടെ ഒക്കെയാണ് ഈ ഒട്ടിക്കുന്നത്. കാരണം അതും ഇതും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിയിലോട്ട് പോയി. വെളിയിൽ നമ്മുടെ അമ്മയുടെ ചെടികളെല്ലാം ഈ പൂവൊക്കെ വന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ടെല്ലാം ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ പൂക്കളൊക്കെ നശിച്ചു. കാരണം ഇവിടെയൊക്കെ നല്ലപോലെ വെള്ളം കയറി എല്ലാം നശിച്ചു പോയി. നല്ല അടിപൊളി റോസയാണ്. ആ ഭംഗി കണ്ട അവിടെ അങ്ങ് നിൽക്കാൻ തോന്നും. ഇതൊന്നും ഞാൻ വളർത്തുന്നതല്ല, ഇതെല്ലാം എൻ്റെ അമ്മയുടെയാണ്. ഞാൻ വൈകുന്നേരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള പൂക്കളും ചെടികളും എല്ലാത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഭയങ്കര റിലാക്സേഷൻ. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് റിലീഫ് ആകാനും എല്ലാം ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ല, ഒരു മനസ്സുഖം. പിന്നെ വൈകുന്നേരമൊക്കെ ആയി. പിന്നെ അമ്മ വിളക്കൊക്കെ കത്തിച്ചു. ഞാനും പോയി അവിടെ നിന്ന് നാമമൊക്കെ ചൊല്ലി. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി മിനി വ്ലോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. See you.